സാമൂഹ്യക്രമം, സോഷ്യൽ ഓർഡർ. പരിസ്ഥിതി മേഖലകളുടെയും തിണൈ, അതായത് ഭൂപ്രദേശങ്ങൾ, കുറിഞ്ചി, മുല്ലൈ, നെയ്തൽ, പാലൈ, മരുതം തുടങ്ങിയ ഭൂപ്രദേശങ്ങളുടെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരുന്ന ജാതിരഹിത ബന്ധുത്വാധിഷ്ഠിതമായ സമൂഹമായിരുന്നു സംഘകാല സമൂഹം. ജാതി ഉണ്ടായിരുന്നില്ല, പക്ഷെ ബന്ധുക്കൾ ഒന്നിച്ച് താമസിച്ചിരുന്നു. മഹാശിലകളുടെ വ്യാപകമായ വിന്യാസം സൂചിപ്പിക്കുന്നത് ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടം ജനസംഖ്യാ വർധനവിനും വൈദഗ്ധ്യമുള്ള കൈത്തൊഴിൽ വിഭാഗങ്ങളുടെ വളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു എന്നതാണ്. ധാരാളം അവർ ഉപയോഗിച്ച വസ്തുക്കൾ കിട്ടിയത് കൊണ്ട് കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്നിരിക്കും, കൈത്തൊഴിലും വളർന്നിരിക്കും എന്ന് ഊഹിക്കപ്പെടുന്നു. ഇത് വിവിധ ഉൽപാദന യൂണിറ്റുകൾ തമ്മിൽ ആശയവിനിമയത്തിന് കളമൊരുക്കി. സംഘസാഹിത്യപ്രകാരം അന്നത്തെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങളായ കുറവർ, കണവർ, വേടർ, ആയർ അഥവാ ഇടയർ, ഉഴവർ, തൊഴുവർ, പരതവർ, മീനവർ, വളവർ, ഉമണർ, കളവർ, മറവർ തുടങ്ങിയവർ അടങ്ങിയതായിരുന്നു. ആദ്യം ജാതി ഉണ്ടായിരുന്നില്ല, അതിനു പകരം തൊഴിലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജനങ്ങളെ വേർതിരിച്ചിരുന്നത്. കുടി എന്നത് ബന്ധുത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയ തൊഴിൽ വിഭാഗമായിരുന്നു. അവരെ കുടിമക്കൾ എന്ന് വിളിച്ചു. തറവാട്ടുകാർ എന്ന് നമ്മൾ പറയുന്ന പോലെ കുടിമക്കൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ അംഗങ്ങളെയായിരുന്നു. ബന്ധുത്വത്തിൽ അധിഷ്ഠിതമായ അടിസ്ഥാന അധിവാസ ഘടകമായിരുന്നു ഊർ. ഊരിൽ കാർഷിക കാലിമേക്കൽ സമൂഹങ്ങൾ വളർന്നു വന്നു. ധാരാളം കുടികളുടെ ഒരു ഗണമായിരുന്നു ഇത്. പേരൂർ വലിയ അധിവാസ പ്രദേശം, ചിറ്റൂർ ചെറിയ അധിവാസ പ്രദേശം, മുതൂർ പഴയ അഥവാ പരമ്പരാഗത അധിവാസ പ്രദേശം, പുതൂർ പുതിയ അധിവാസ പ്രദേശം എന്നിവയെ സംബന്ധിച്ച പരാമർശങ്ങളുണ്ട്. സമ്പദ് സമൃദ്ധമായ ഊർ നല്ലൂർ എന്നറിയപ്പെട്ടു. കുറച്ചുകൂടി വിശാലമായതും വിഭവസമൃദ്ധമായ അധിവാസ പ്രദേശമായിരുന്നു നാട്. ബ്രാഹ്മണരെക്കുറിച്ചും ശ്രമണരെക്കുറിച്ചും ഒരുപക്ഷെ ബൗദ്ധ അല്ലെങ്കിൽ ജൈന വിഭാഗക്കാർ സംഘസാഹിത്യങ്ങളിൽ ചില പരാമർശങ്ങളുണ്ട്. മുകളിൽ പറഞ്ഞ പുനർവിതരണ സംവിധാനത്തിന്റെ ഭാഗമായി പണ്ഡിത കവികളും വേദപുരോഹിതരും ആചാര്യരും ആയിരുന്ന ബ്രാഹ്മണർക്ക് ചിലപ്പോഴൊക്കെ ഭരണമുഖ്യരിൽ നിന്നും ഭൂമി സമ്മാനമായി ലഭിച്ചിരുന്നു. സംഘം ചേർന്ന് ഭക്ഷണം ശേഖരിക്കുന്നതിൽ തൊട്ട് തങ്ങളുടെ സമ്പത്തിനെ പുനർവിതരണം ചെയ്യുക എന്നുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനത്തിന്റെ ഭാഗമായി തന്നെ പണ്ഡിത കവികൾക്കും വേദപുരോഹിതർക്കും ആചാര്യർക്കും ഭരണമുഖ്യരിൽ നിന്ന് ഭൂമി സമ്മാനമായി ലഭിച്ചിരുന്നു. കേരളത്തിലെ ആദ്യകാല അധിവാസ കേന്ദ്രമായ പെരിഞ്ഞല്ലൂർ, ആധുനിക തളിപ്പറമ്പ്, കണ്ണൂർ ജില്ല എന്ന ബ്രാഹ്മണ ഗ്രാമത്തെക്കുറിച്ച് അകനാനൂറിൽ പരാമർശിക്കുന്നുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കീഴ്ക്കണക്ക് എന്ന സംഘാനന്തര കൃതി ദക്ഷിണ ഭാഗത്ത് ബ്രാഹ്മണാധിവാസ പ്രദേശങ്ങളുടെ രൂപീകരണം നടന്നതിനുള്ള നിരവധി തെളിവുകൾ നൽകുന്നുണ്ട്. സംഘകാലത്തിന്റെ ഒടുക്കം അല്ലെങ്കിൽ സംഘകാലത്തിന് ശേഷം ഉണ്ടായ കൃതിയിൽ ബ്രാഹ്മണാധിവാസ പ്രദേശങ്ങളുടെ രൂപീകരണം നടന്നതിനുള്ള തെളിവുകളുണ്ട്. ജനങ്ങൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നതായി മഹാശിലകളും ശവത്തോടൊപ്പം അടക്കം ചെയ്തിരുന്ന വസ്തുക്കളും സൂചിപ്പിക്കുന്നു. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അധിവാസ പ്രദേശത്തിൽ നിന്ന് ഏറെ അകലെയല്ലാതെ അവർക്ക് ശവമടക്കുന്നതിനായി പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. ശവമടക്കിനുള്ള പ്രത്യേക സ്ഥലത്തിന് മികച്ച ഉദാഹരണമാണ് അരിയന്നൂർ, ചേരമനങ്ങാട്,
എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച മഹാശിലാ സമൂഹം വിവിധ തരത്തിലുള്ള ശവമടക്ക രീതികളായ ശവം ദഹിപ്പിക്കൽ, മൃതദേഹം തുറസായ സ്ഥലത്ത് ഉപേക്ഷിക്കൽ, കുഴിയിൽ മൃതദേഹം അടക്കം ചെയ്യൽ തുടങ്ങിയവയെക്കുറിച്ച് മണിമേഖലയിൽ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോഴും പാർസികൾ മൃതദേഹം തുറസായ സ്ഥലത്ത് ഉപേക്ഷിച്ച് അത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണമായി തീരട്ടെ എന്ന് ഉപേക്ഷിക്കുന്നതായി പറയാറുണ്ട്. അങ്ങനത്തെ സംസ്കാരം ആദ്യകാലത്തും ഉണ്ടായിരുന്നു. മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്ന രീതികൾ. ഫോംസ് ഓഫ് ഡിസ്പോസൽ ഓഫ് ദ ഡെഡ്. സുടുവോർ, ഇടുവോർ, തൊടുകുഴി, പടുപ്പോർ, താഴ്വയിനഴിപ്പോർ, താഴിയിൽ കവിപ്പോർ. ഇത് മണിമേഖലയിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. സുടുവോർ ശവം ദഹിപ്പിക്കുന്നവർ, ഇടുവോർ ശവം തുറസായ സ്ഥലത്ത് ഇടുന്നവർ, തൊടുകുഴി പടുപ്പോർ തറയിൽ കുഴിക്കുന്ന കുഴിയിൽ ശവശരീരമോ ഭൗതിക അവശിഷ്ടങ്ങളോ അടക്കം ചെയ്യുന്നവർ, താഴ്വയിൻ ഇഴയ്പോർ ഭൂമിക്കടിയിലുള്ള അറകളിൽ മറവ് ചെയ്യുന്നവർ, താഴിയിൽ കവിപ്പോർ ശവശരീരമോ അല്ലെങ്കിൽ അവശിഷ്ടങ്ങളോ ഒരു ശവമടക്ക് ഭരണിയിൽ വച്ച് മൂടികൊണ്ട് അടയ്ക്കുന്നവർ. സന്ദർഭം പുഹാർ അഥവാ കാവേരി പട്ടണത്തിലെ ശ്മശാന ഗുഹയെക്കുറിച്ചുള്ള വിവരണം. മണിമേഖല എന്ന കാവ്യത്തില് പൂമ്പുഹാർ അല്ലെങ്കിൽ കാവേരി പട്ടണത്തിലെ ശ്മശാന ഗുഹയെക്കുറിച്ചുള്ള വിവരണത്തിൽ നിന്നാണ് നമ്മൾ ഈ മേലെ പറഞ്ഞ ഭാഗം എടുത്തിരിക്കുന്നത്.